അൽ ജവാബ് ദ ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് MK Fabrics, Convent Road, കൊല്ലം. MK Fabrics, MK Road, കൊല്ലം. Signature Groom and Bride, opposite Shangas Hospital, കൊല്ലം. അറഫ ഗോൾഡ്, അട്ടക്കുളങ്ങര, ട്രിവാൻഡ്രം. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. വഴിയെത്ര ദൂരമാണെങ്കിലും ഞാൻ വിസ്തൃത മഹിഷറയിൽ വന്നു ചേരും. ജനിമൃതികൾക്കിടയിൽ മണ്ണിലെൻ ജീവിതം ജീവനാഥ നിന്നെ വാഴ്ത്തിയിരിക്കും. ഇനി എത്ര ദശാബ്ദങ്ങൾ എൻ വഴിത്താരയിൽ വീണടിഞ്ഞിടുവാനുണ്ടെങ്കിലും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി കഫാ വസലാമുൻ അലാ ഇബാദിഹില്ലദീന ഇസ്തഫാ അമ്മാ ബഅദ്. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്. ജയ്ഹിന്ദ് ചാനലിലെ പ്രിയങ്കരായ പ്രിയപ്പെട്ട സഹോദരിമാർക്ക്, സഹോദരങ്ങൾക്ക് MK ഫാബ്രിക്സ് അണിയിച്ചൊരുക്കുന്ന മനോഹരമായ ഇസ്ലാമിക വിജ്ഞാന പ്രോഗ്രാം അൽ ജവാബ് എന്ന മനോഹാരിതയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്ന MK ഫാബ്രിക്സിന് ഒരുപാട് അഭിവൃദ്ധിയും ഐശ്വര്യവും അല്ലാഹു ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. ഇതിനുവേണ്ടി കാത്തിരിക്കുന്ന ജോലി തിരക്കിനിടയിൽ എല്ലാ അത്യാവശ്യങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഈ കുറഞ്ഞ സമയം ഈ അൽ ജവാബിന് വേണ്ടി കാത്തിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാർക്ക്, സഹോദരങ്ങൾക്ക് ഈ യൗമുൽ ജുമാഅയുടെ എല്ലാ ബറക്കത്തുകളും അല്ലാഹു ചൊരിഞ്ഞു തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇസ്ലാമിക ചരിത്രത്തിൽ വളരെ അസൂയാവഹമായ രീതിയിൽ നോക്കിക്കാണുന്ന ഒരു പ്രവാചകരുടെ പ്രബോധന ദൗത്യമാണ് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഏറ്റെടുത്തത്. വല്ലാണ്ട് കോരിത്തെരിച്ചു പോകുന്ന ചരിത്രമാണ്. ഞാൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചരിത്രത്തെ സൂറത്ത് നൂഹ് പ്രതിപാദിച്ചുകൊണ്ടിരിക്കുന്ന ഭാഗത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു. 950 വർഷക്കാലം എന്ന് പറയുന്നത് ഒരു ചെറിയ വർഷമല്ല. അന്ന് ആ കാലഘട്ടത്തിലുള്ളവർക്ക് ആയുസ് കൂടുതലായിരുന്നു. അത്രയും വർഷം അള്ളാഹുവിൻ്റെ ദീനിലേക്ക് പ്രബോധനം നടത്തിയിട്ട് വെറും നിസ്സാരന്മാരായി, വെറും മോശക്കാരായി മാറിപ്പോയ ഒരു വലിയ സംഘം, ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കൺമുമ്പിൽ കാണിച്ചു കൊടുത്തിട്ട് പോലും ധിക്കാരമായ നിലപാട് സ്വീകരിച്ചവർ, അവരെക്കുറിച്ചാണ് സൂറത്തു നൂഹിനി പറയുന്നത്. നമുക്കത് പഠിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قال رب إني دعوت قومي ليلا ونهارا فلم يزدهم دعائي إلا فرارا. മഹാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, അള്ളാഹുവിനോട് പറയുന്നു, പടച്ചവനെ, ദഅവ്തു ഖൗമി ലൈലം വനഹാറ, രാപ്പകൽ ഞാൻ എൻ്റെ ജനതയെ ക്ഷണിച്ചു പടച്ചവനെ. വെറുമൊരു സാഹിത്യവാക്കാണെന്ന് നമ്മൾ കരുതരുത്. സാധാരണ രാപ്പകലില്ലാതെ അധ്വാനിക്കുന്നു, അങ്ങനെയൊക്കെ നമ്മളൊരു മലയാള ഭാഷയിൽ ഒരു രസത്തിന് പറയലുണ്ട്. ഞാൻ രാപ്പകലില്ലാതെ കഷ്ടപ്പെട്ടിട്ടാണ് എൻ്റെ മക്കളെ പോറ്റിയെന്ന് പറയുമല്ലോ. ഇവിടെ ആ ഒരു കേവലം ഒരു ഭാഷാ അർത്ഥത്തിന് വേണ്ടി കൊടുത്ത ലൈലം വനഹാറല്ല. സത്യത്തിൽ നൂഹ് നബി അലൈഹി സ്വലാം രാത്രിയും പകലും പ്രബോധനം നടത്തുകയാണ്. രാപ്പകലില്ലാതെ അധ്വാനിക്കുക എന്ന് പറയുന്ന പോലെയല്ല, ആ വാക്കിനെ അന്വർത്ഥമാക്കുന്ന ഒരു പ്രബോധന ദൗത്യം നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സ്വീകരിക്കുകയാണ്. അത്ര സങ്കടം വന്നു. ആളുകൾ ഇങ്ങനെ സ്വീകരിക്കുന്നില്ല, അവർ ഭ്രാന്തനെന്ന് വിളിക്കുന്നു. ഇത്രയും പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടും നൂഹ് നബി അലൈഹി സ്വലാമിൻ്റെ ജനത അദ്ദേഹത്തെ പുച്ഛിച്ച് തള്ളാൻ തുടങ്ങിയപ്പോഴാണ് നൂഹ് നബി അള്ളാഹുലേക്ക് കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, ദഅവ്തു ഖൗമി ലൈലം വനഹാറ, പടച്ചവനെ രാത്രിയും പകലും എന്നില്ലാതെ ഈ ജനതയെ ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിച്ചു. ദൗത്യം, പ്രബോധന ദൗത്യം, ഉത്തരവാദിത്വം പുലർത്തി. ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. വളരെ കുറച്ച് ആളുകൾ മാത്രമാണ് ഇസ്ലാം മതം സ്വീകരിച്ചത്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോടൊപ്പം വന്ന, നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ വന്നത് വളരെ കുറഞ്ഞ ആളുകൾ മാത്രമായിരുന്നു എന്നാണ് പറഞ്ഞത്. എനിക്ക് കഴിയുന്നില്ല, അള്ളാഹുവിനോട് പറയാണ്, ഞാൻ ഇത്രയും ചെയ്തിട്ട് പോലും വളരെ കുറഞ്ഞ ആളുകൾ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഹിദായത്ത് കൊടുക്കില്ല എന്ന് തീരുമാനിച്ചാൽ ആ മനുഷ്യന് പിന്നെ ഹിദായത്ത് കിട്ടില്ല. ആ മനുഷ്യന് ഇപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അബൂ ത്വാലിബ്, നമുക്കറിയാം, ലോകത്ത് ആര് ഇസ്ലാം മതം സ്വീകരിച്ചാൽ ഏറ്റവും അധികം അള്ളാഹിൻ്റെ ഹബീബിന് സന്തോഷമാവും, ആരാണ്? അബൂ ത്വാലിബ്. അതിനുവേണ്ടി നബി തങ്ങളെ സംരക്ഷിച്ച ആളാണ്, കൂട്ടിരുന്ന ആളാണ്. അപ്പോൾ
അബൂതാലിബിൻ്റെ ആ കിടക്കയുടെ അരികിലേക്ക് പോയിരുന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിനുവേണ്ടി ശ്രമിച്ചു. അള്ളാഹു പറഞ്ഞു, മുത്തുനബിയെ, അങ്ങേക്ക് ഹിദായത്തിലാക്കാൻ കഴിയില്ല, ഞാൻ അവർക്ക് എന്ത് ചെയ്യും, ഹിദായത്ത് കൊടുക്കുന്നെങ്കിൽ ഞാൻ കൊടുക്കും, അങ്ങേക്ക് അതിന് കഴിയില്ല എന്ന് പറഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ പ്രായാധിക്യത്തിലേക്ക് ചെന്നതിന് ശേഷമാണ് ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ ഉപ്പ മുത്തറസൂലിൻ്റെ അടുത്ത് വന്നിട്ട്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അടുത്തുണ്ട്, ഇത്രയും വർഷം ഇസ്ലാമിനെതിരെ പ്രവർത്തിച്ചു, ഇസ്ലാം മതം സ്വീകരിച്ചില്ല, വലിയ ആഗ്രഹമായിരുന്നു അബൂബക്കർ എൻ്റെ ഉപ്പ മുസ്ലിമാകണം. മുത്തറസൂലിൻ്റെ കൈപിടിച്ച് ഷഹാദത്ത് കലിമ പറഞ്ഞപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പൊട്ടി കരഞ്ഞു എന്നാണ്. അപ്പോൾ ചോദിച്ചു നബി തങ്ങൾ, എന്തിനാണ് അബൂബക്കർ ഇപ്പോൾ ഇങ്ങനെ കരയുന്നത്, സന്തോഷിക്കുകയല്ലേ വേണ്ടത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഈ കൈ എൻ്റെ ഉപ്പയുടെ കൈയുടെ സ്ഥാനത്ത് അങ്ങയുടെ അബൂ താലിബിൻ്റെ കൈയായിരുന്നെങ്കിൽ അങ്ങേക്ക് എത്ര സന്തോഷമാകുമായിരുന്നു. ഞാൻ അതാണ് ചിന്തിച്ചത്. അത് പ്രവാചക സ്നേഹമാണ്. അപ്പോൾ ഇവിടെ നമ്മളൊക്കെ ദുആ ചെയ്യേണ്ടത്, പടച്ചവനെ ഹിദായത്ത് ഞങ്ങൾക്ക് തരികയും നിലനിർത്തുകയും ചെയ്യണം. ഇന്ന് എത്രയോ മക്കൾ വഴിതെറ്റി പോകുന്നുണ്ട്. കള്ള്, കഞ്ചാവ്, പ്രണയം, നൈരാശ്യം, അങ്ങനെ ഒരുപാട്. അതായത് ഹൃദയത്തിൽ അള്ളാഹു കൊടുത്തിരിക്കുന്ന ഹിദായത്ത്, സന്മാർഗത്തെ കാത്തു സൂക്ഷിക്കാൻ കഴിയാതെ പലവിധ അഴുക്കുചാലിലേക്ക് വീണുപോവാൻ. ഞാൻ ആ സൂറത്ത് നൂഹിനെ ഈ കാലഘട്ടത്തിലേക്കൊന്ന് കണക്ട് ചെയ്തതാണ്. എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, സഹോദരങ്ങൾ, എപ്പോഴും അള്ളാഹുലേക്ക് പടച്ചവനെ ഹിദായത്ത് നിലനിർത്തി തരണേ റബ്ബേ എന്ന് ദുആ ചെയ്യണം. ജീവിതത്തിൽ വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹുവിനോട് പറഞ്ഞ് തൗബ ചെയ്ത് ആ നഷ്ടപ്പെട്ട ഹിദായത്തിനെ മടക്കിയെടുക്കാൻ വേണ്ടിയിട്ട് പരിശ്രമിക്കണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഞാൻ ഇന്ന് പഠിപ്പിച്ച ഒരു ആയത്ത് ഒരിക്കൽ കൂടി ഞാനൊന്ന് ഓതിത്തരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖാല റബ്ബി ഇന്നി ദഅൗതു ഖൗമി ലൈലൻ വനഹാറാ ഫലം യസിദുഹും ദുആഇ ഇല്ലാ ഫിറാറാ. قال رب إني دعوت قومي ليلا ونهارا فلم يزدهم دعائي إلا فرارا. ഇതിന് ശേഷം പറയുന്നുണ്ട് അത്ഭുതകരമായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പ്രബോധന വഴിയിൽ സഹിക്കേണ്ടി വന്ന കുറേ ബുദ്ധിമുട്ടുകളെക്കുറിച്ച്. അപ്പോൾ നമ്മൾ തൗബ ചെയ്യുക, തന്ന ഹിദായത്ത് നിലനിർത്തി തരാൻ വേണ്ടിയിട്ട്. നമുക്ക് മുത്തറസൂൽ വന്നു, ഇനിയൊരു പ്രവാചകർ വരാനില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കിട്ടിയ ആ ഉത്തരവാദിത്വത്തെ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് പാലിക്കുക, അള്ളാഹുലേക്ക് കരഞ്ഞ് ദുആ ചെയ്യുക. ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു പ്രധാനപ്പെട്ട ദുആ നിങ്ങൾ മറക്കരുത്. അത് ആരിഫീങ്ങളുടെയും അംബിയാ മുർസലീങ്ങളൊക്കെ അള്ളാഹുലേക്ക് തൗബ ചെയ്തിട്ടുണ്ട്. യൂനുസ് നബി അലൈഹി സ്വലാം തൗബ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്തരം തൗബകളുടെ കൂട്ടത്തിൽ ഈ പാവപ്പെട്ട ഞങ്ങളുടെ തൗബ കൂടി ചേർക്കണേ എന്നർത്ഥം വരുന്ന ഒരു ദുആയാണ് ഇന്ന് ചോദ്യോത്തരങ്ങൾക്ക് ശേഷം പഠിക്കുന്നത്. ഈ ആഴ്ചയിലെ ചോദ്യങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9:30-നും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 11 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് ഡ്രസ്സിന്റെയോ പാർട്ടി വെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണം. അതിന് പറ്റിയ ഒരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത്, വെഡിങ് ബൈ സിഗ്നേച്ചർ. വിമന് മാത്രമല്ല, മെൻസ്, കിഡ്സ്, അങ്ങനെ എല്ലാവർക്കും ഇവിടുന്ന് പാർട്ടി വേസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അഫോർഡബിൾ ലക്ഷറി, അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ദിസ് ഈസ് ദർ ചിത്രകാർ ലോഞ്ച്. ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത്. ദേ ഹാവ് ഇൻ-ഹൗസ് ഡിസൈനേഴ്സ്, സ്റ്റിച്ചിങ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ. Ground floor is called Seasons and is for party wears and salwars. First floor Chitrakar Lounge has fabrics from all over India. Second floor Mangal Muhurta collections is for lehengas, gowns and sarees for any occasions. Third floor Vardhaman is exclusive for men. ഡിസൈനേഴ്സിനോട് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന യുണീക് ഡ്രസ്സസ് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് ഫാബ്രിക് ഒക്കെ ചൂസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. Signature Groom and Bride, opposite Shangas Hospital, Kollam. അമ്മേ, ദേ നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാർ എന്താ വിചാരിക്കുക? മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. ഇത്രയും ഫാഷൻ പോരെ മോളെ?
പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. മോനെ, നന്നായിട്ടിരിക്കാൻ ഇവിടെയല്ല വരേണ്ടത്. മോൻ പോണ്ടത് പ്രകൃതിയിലേക്കാണ്. പ്രകൃതി ചികിത്സയാ? പ്രകൃതി ചികിത്സയല്ല, പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ. അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9:30-നും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 11 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. അസ്സലാമു അലൈക്കും. കേരളത്തിലെ പ്രമുഖ വസ്ത്രാലയമായ കൊല്ലം MK ഫാബ്രിക്സ്. കൊല്ലം MK ഫാബ്രിക്സ് അവതരിപ്പിക്കുന്ന അൽ ജവാബ് പ്രോഗ്രാമിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനീ സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. കുഞ്ഞുങ്ങൾക്ക് പേരിടുമ്പോൾ ഗൂഗിളിൽ നോക്കി ഇടുന്നതിനെ ഒരുപാട് ഉസ്താദുമാർ വിമർശിക്കാറുണ്ട്. എന്നാൽ അതൊന്നും പേരുകളല്ലേ? ആ പേരുകൾ കൊണ്ട് കുഞ്ഞിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ? ഇത് ചോദിച്ചിരിക്കുന്നത് സുഹറ ശംസുവാണ്, പള്ളിമുക്ക്, കൊല്ലം. നമുക്ക് അള്ളാഹു തരുന്ന ഒരു കുഞ്ഞെന്ന് പറയുന്നത് വലിയ അനുഗ്രഹമാണ്, വലിയ നിഅമത്താണ്. അപ്പോൾ ആ കുഞ്ഞിന് നമ്മൾ പേരിടുമ്പോൾ ഗൂഗിൾ നോക്കുന്നതിനെ കുറ്റപ്പെടുത്തുന്നതും പരിഹസിക്കുന്നതും ഉസ്താദുമാരോട് നിങ്ങൾ ചോദിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൻ്റെ പിന്നാലെ ആയിപ്പോകുമെന്ന് പേടിച്ചിട്ടൊന്നുമല്ല. ഒരു കുഞ്ഞിന് പേരിടുമ്പോൾ നമ്മൾ അതിൻ്റെ അർത്ഥം ഒരു കുഞ്ഞിന് പേരിടുമ്പോൾ അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക. കടയ്ക്കും വാഹനത്തിനൊന്നും പേരിടുന്ന പോലെ അല്ല. നമ്മുടെ ഒരു കുഞ്ഞാണ്, നമ്മുടെ പിൻഗാമിയാണ്, അള്ളാഹു തന്ന വലിയ നിഅമത്താണ്. അപ്പോൾ അതിനൊരു ഐശ്വര്യമുള്ളൊരു പേര്, ബറക്കത്തുള്ളൊരു പേരിടുക. അത് പിന്നെ സ്റ്റൈലായിരിക്കണം, അങ്ങനെ ആയിരിക്കണം നമ്മൾ ചിന്തിക്കരുത്. ഒരു നല്ലൊരു പേരിടുക. അത് സഹോദരൻ്റെ മോനുണ്ട്, മറ്റേ കുടുംബത്തിനുണ്ട്, അങ്ങനെ ഒഴിവാക്കി ചെയ്യലല്ല. നമ്മുടെ കുഞ്ഞിന് ബറക്കത്തുണ്ടാവണം. അവരുടെ സഹോദരൻ്റെ കുഞ്ഞിന് ആ പേരിട്ട് അവർക്ക് ബറക്കത്തിൻ്റെ അത് മതിയോ? നമ്മുടെ കുഞ്ഞിന് ആ പേരിടണം എന്നുള്ളത് നമ്മൾ ശക്തമായ രീതിയിൽ തീരുമാനിക്കുക. എന്നിട്ട് നമ്മൾ പേരിടുകയും ചെയ്യുക. നല്ല പേരുകൾ സെലക്ട് ചെയ്യുക. ഈ ഗൂഗിളിൽ ചില പേരുകളൊക്കെ അറബി വേർഡുകളായിരിക്കില്ല. അറബി വേർഡിന് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ ആ വേർഡുകൾ പിന്നെ നമ്മൾ അതിൻ്റെ അർത്ഥം അന്വേഷിച്ച് നടന്നിട്ട് കാര്യമില്ല. അതിനെന്തെങ്കിലുമൊക്കെ അർത്ഥം ഉണ്ടാവും. അത് പിന്നെ നമ്മൾ പള്ളിയിൽ കൊണ്ടുവന്ന് മുസ്ലിയാരെ കിതാബ് എടുത്ത് നോക്കി അതൊന്നും കാണില്ല. അപ്പോൾ ഇടുമ്പോൾ ഒരു ബറക്കത്തുള്ള, ഒരു മുഹമ്മദൊക്കെ ചേർത്തിടാൻ പറ്റുന്ന, ഒരു അഹമ്മദൊക്കെ ചേർത്തിടാൻ പറ്റുന്ന, ഒരു ഫാത്തിമയൊക്കെ ചേർത്തിടാൻ പറ്റുന്ന നല്ല നല്ല പേരുകളുണ്ട്. അത്തരം പേരുകൾ സെലക്ട് ചെയ്യണം. പേരിൽ വലിയ ബറക്കത്തുണ്ട്. നമ്മുടെ പേര് ചൊല്ലി നാളെ അള്ളാഹു പരലോകത്ത് മഹശറയിൽ നമ്മുടെ മക്കളെ നമ്മുടെ പേരിലാണ് വിളിക്കുന്നത്. അപ്പോൾ അവിടെ യോഗ്യതയുള്ള, ഈമാനുള്ള, ഇസ്സത്തുള്ള ഒരു പേര് നമുക്കുണ്ടാവാൻ എന്ന ആഗ്രഹം കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നിങ്ങൾക്ക് എവിടെ നോക്കിയും പേര് സെലക്ട് ചെയ്യാം. നല്ല അർത്ഥമുള്ള പേര് സെലക്ട് ചെയ്യുക. ആദ്യത്തെ രണ്ടാമത്തെ അക്ഷരം ചേർത്ത് വെച്ചിട്ട് അർത്ഥമുണ്ടോ എന്ന് പറഞ്ഞ് അന്വേഷിച്ച് നടക്കുന്നതിൽ അർത്ഥമില്ല. പിന്നെ ഈ കുഞ്ഞുങ്ങൾക്ക് പേരിട്ട് കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് പിന്നെ അർത്ഥം ചോദിക്കാൻ വേണ്ടി ഇറങ്ങുക. അപ്പോൾ ഇടുമ്പോൾ തന്നെ നമ്മൾ ആദ്യം ഒരു പേര് മനസ്സിലാലോചിച്ച് ബറക്കത്തോടു കൂടി അതിൻ്റെ അർത്ഥമൊക്കെ പഠിച്ചിട്ട് ചെയ്താൽ അതിൻ്റെ ഗുണം തീർച്ചയായിട്ടും ആ കുഞ്ഞിനുണ്ടാവും. അള്ളാഹു ബറക്കത്ത് ചെയ്യുമാറാകട്ടെ. ചില സ്ഥലങ്ങളിൽ മരണം നടന്ന വീട്ടിൽ ധാരാളം ഭക്ഷണം തയ്യാറാക്കുകയും വരുന്നവർക്കൊക്കെ വെള്ളം കൊടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. ഇത് ശരിയാണോ ഉസ്താദേ? അതൊരു ദുഃഖം നിറഞ്ഞു നിൽക്കുന്ന ഒരു വീടല്ലേ? ചോദിച്ചിരിക്കുന്നത് പരീത് കുട്ടിയാണ്, മലപ്പുറത്ത് നിന്നും. മരണവീട്ടിൽ ഭക്ഷണം തയ്യാറാക്കുന്നതിനെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല. കാരണം അവിടെ അന്ന് ആ സംഭവം നടക്കൂല. പക്ഷേ അയൽവാസികളായ പ്രിയപ്പെട്ടവരെന്താ ചെയ്യണം? അവരുടെ വീട്ടിലല്ല ചെയ്യേണ്ടത്. മരണ വീട്ടിൽ അങ്ങോട്ട് വന്ന് അടുപ്പം കൂട്ടി ചെമ്പും എടുത്ത് വെച്ച് ബിരിയാണി വയ്ക്കുക എന്നുള്ളതല്ല. മറിച്ച് നമ്മൾ അയൽവാസികൾ, അവിടെ കുറേ ബന്ധുക്കളുണ്ട്. ഈ മരണപ്പെട്ടു പോയ ആളിൻ്റെ തന്നെ കൂടപ്പിറപ്പുകൾ ഭക്ഷണം കഴിക്കാതെ വെള്ളം കുടിക്കാതെ അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ അയൽവാസികളായ നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ വീടിൻ്റെ ഭാഗത്ത് കുറച്ച് അടുപ്പൊക്കെ തയ്യാറാക്കി കുറച്ച് കട്ടൻ ചായയൊക്കെ ഇട്ട് കുറച്ച് പാലിട്ട് ചായയൊക്കെ ഒഴിച്ച് ഈ ഇരിക്കുന്ന എല്ലാവർക്കും കൊണ്ട് കൊടുക്കുക. കാരണം മരണ വീട്ടിൽ പിന്നെ അന്ന് അവരുടെ മക്കൾക്കും ബന്ധുക്കൾക്കൊന്നും ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടാനും ഈ വിഷയങ്ങൾ ചെയ്യാനൊന്നും അവർക്ക് നേരം ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ തന്നെ ആ വിഷയത്തിൽ ഇടപെട്ട് ചെയ്തു കൊടുക്കണം. അത് ദുഃഖ വീടാണ് അല്ലെങ്കിൽ മരണ വീടാണ് എന്നുള്ള രീതിയിലല്ല. അവിടെ വരുന്ന ആളുകൾക്ക് കുറേ നേരം ഇരിക്കുന്നവരുണ്ടാകും. ഇനി തലേ ദിവസമാണ് മരണം നടന്നതെങ്കിൽ ആ സമയം മുതൽ വെള്ളം പോലും കുടിക്കാതെ ഇതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ഒത്തിരി ആളുകളുണ്ടാകും. അപ്പോൾ അവർക്ക് ഇതൊരു ഖിദ്മത്തായ രീതിയിൽ
ഒരു മയ്യത്തിനോടുള്ള നമ്മുടെ കടമ, അല്ലെങ്കിൽ മരണപ്പെട്ടുപോയ ആളുകളുടെ ബന്ധുമിത്രാദികൾ മാനസികമായി സങ്കടപ്പെട്ടിരിക്കുമ്പോൾ വിശ്വാസി എന്നുള്ള രീതിയിൽ അവരോട് നമുക്ക് കാണിക്കേണ്ടുന്ന ഒരു കടപ്പാട്, അത് എന്ന് മാത്രം നിയത്തി നമുക്ക് ചെയ്യാവുന്നതാണ്. ഉസ്താദെ, ഞാൻ അമ്മയുടെ ഉപദ്രവം സഹിക്കാനാവാതെയാണ് ഇത് എഴുതുന്നത്. വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും എനിക്ക് ഒരു സമാധാനവും തരില്ല. ഞങ്ങൾ ഒരുമിച്ചാണ് അൽജവാബ് കാണാറുള്ളത്. അതുകൊണ്ട് ഉസ്താദ് ഒരു പ്രതിവിധി അൽജവാബിൽ കൂടി പറഞ്ഞു തരണം. ഇത് ചോദിച്ചിരിക്കുന്നത് റംസീന റസാഖാണ്, പള്ളിക്കൽ, കൊല്ലം. അൽഹംദുലില്ലാ, എൻ്റെ പ്രിയപ്പെട്ട സഹോദരിയോട് പറയാണ്, നിങ്ങളൊരു പ്രതിവിധി ചോദിച്ചല്ലോ. ഇപ്പോൾ സാധാരണ നമ്മൾ ചിന്തിക്കുന്നത് അങ്ങനെ പ്രതിവിധി ചോദിക്കലൊന്നുമില്ല. എല്ലാ ഭാഗത്തും നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണ്? ക്രൂരമായ അക്രമങ്ങളാണ്. ചെറിയ കുട്ടികൾ പോലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊലപാതകങ്ങൾ, ഞരമ്പ് മുറിക്കൽ, വിഷം കലർത്തി കൊടുക്കൽ, അങ്ങനെ വല്ലാത്ത അവസ്ഥയിലേക്കാണ് കാലത്തിൻ്റെ പോക്ക്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഇത്തരം ഒരു ചോദ്യം ചോദിച്ചല്ലോ, ഭർത്താവിൻ്റെ ഉമ്മയിൽ നിന്നുണ്ടാകുന്ന കുറേ മാനസിക വിഷമങ്ങൾ, ഒരുമിച്ച് അവർ അൽജവാബ് കാണാറുണ്ട്. ചില ഉമ്മമാരങ്ങനെയാണ് സഹോദരി. അവരുടെ മനസ്സിൽ അവർ നിസ്കരിക്കും, നോമ്പ് പിടിക്കും, ദിക്ർ ചൊല്ലും ഒക്കെ ചെയ്യും. പക്ഷേ അവരുടെ മനസ്സിൽ എന്ത് ചെയ്യൂല, ഈ ഒരു അകൽച്ച നഷ്ടം മാറിപ്പോകില്ല. സഹോദരിയോടുള്ള, മകൻ്റെ ഭാര്യയോടുള്ള, മരുമകളോടുള്ള, ചില ഉമ്മമാർക്ക് മക്കളോട് പോലും വല്ലാത്ത അരിശമാണ്. പക്ഷെ അത് അവർ മാറ്റിയെടുക്കുന്നിടത്താണ് അവരുടെ ഈമാനിൻ്റെ ഒരു കബൂലിയത്ത്. ഞാനിങ്ങനെ ആകാൻ പാടില്ലല്ലോ റബ്ബേ, ആർക്കും ഒരു വിഷമം ഞാൻ ഉണ്ടാക്കാൻ പാടില്ലല്ലോ പടച്ചവനെ. അൽ മുസ്ലിമു മൻ സലിമ അൽ മുസ്ലിമൂന മിൻ ലിസാനിഹി വയദി. ഞാനൊരു മുസ്ലിമാണ്, എൻ്റെ നാവും എൻ്റെ കൈയും ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള ശക്തമായ തീരുമാനമായിരിക്കണം ആ ഉമ്മാക്ക് ഉണ്ടാവേണ്ടതും മരുമകൾക്ക് തിരിച്ചു ഉണ്ടാവേണ്ടത്, എല്ലാവർക്കും പരസ്പരം ഉണ്ടാവേണ്ടത്. അങ്ങനെ വരുമ്പോൾ നല്ല ബൃഹത്തായ സന്തോഷകരമായ ഒരു ജീവിതം അൽഹംദുലില്ലാ ഉണ്ടാവും. അവിടെ പിന്നെ വലിയ ത്യാഗത്തിൻ്റെയും കണ്ണീരിൻ്റെയും കുത്തുവാക്കിൻ്റെ ഒന്നും കഥകളില്ലാത്ത ബറക്കത്തുള്ളൊരു കുടുംബം നമുക്കുണ്ടാവും. അള്ളാഹു സഹായിക്കട്ടെ. ഉമ്മയും ഉപ്പയും മരണപ്പെട്ട ശേഷം കുടുംബത്തിലെ സഹോദരങ്ങൾ തമ്മിലുള്ള ഒത്തൊരുമ നഷ്ടപ്പെട്ടതുപോലെ ഒരു തോന്നൽ. എന്തെങ്കിലും ഇക്കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ടോ ഉസ്താദെ? ചോദിച്ചിരിക്കുന്നത് ഒരു സഹോദരൻ പൂന്തുറ നിന്നുമാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എല്ലാ കുടുംബത്തിനും നടക്കുന്ന കാര്യമാണ്. ഉമ്മയും ഉപ്പയും വിട പറഞ്ഞു പോയാൽ പിന്നെ സഹോദരങ്ങൾ പതിയെ 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 അകന്നു തുടങ്ങും. ഉള്ളിലുള്ളതൊക്കെ ഉമ്മയുള്ളപ്പോൾ പറയാത്തതും ഉപ്പയുള്ളപ്പോൾ പറയാത്തതും ഒക്കെ പുറത്തു വന്ന് സംസാരിച്ചു തുടങ്ങും. ഉമ്മയുപ്പയും ഒന്നിനും കൊള്ളരുതാത്തവരാണെങ്കിലും ജീവിച്ചിരിക്കുമ്പോൾ കുടുംബം തന്നെയാണ്. അവർ വിട പറഞ്ഞു പോയാൽ പിന്നെ പതിയെ പതിയെ അകന്നു തുടങ്ങും. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് എല്ലാവരെയും കൂടെ ഒരുമിച്ച് കൂട്ടി വല്ലപ്പോഴും ഒക്കെ ഒരു ചെറിയ പരിപാടി വീട്ടിൽ വയ്ക്കുക. എല്ലാവർക്കും പോകാൻ പറ്റുന്ന വീട് ഏതാണോ അവിടെ വെച്ചാൽ മതി. അപ്പോൾ ആർക്കും ഒരു പ്രയാസം ഉണ്ടാവില്ല. എന്നിട്ട് അങ്ങനെ പതിയെ പതിയെ മാറ്റി ഇനി അടുത്ത ഒരു 6 മാസം കഴിഞ്ഞ് നിൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ വെക്കണം. അങ്ങനെ ഒരു കണ്ടുമുട്ടലും നമ്മുടെ മക്കൾ, സഹോദരങ്ങളുടെ കൂടപ്പുറപ്പുകൾ പരസ്പരം കണ്ടും കളിച്ചും ചിരിച്ചും ചെറിയ വഴക്കിട്ടും പിണങ്ങിയൊക്കെ ആയിട്ട് ഒരു കൂട്ടായ്മ ഇങ്ങനെ നടന്നു പോകുമ്പോൾ മാഷാ അല്ലാഹ് ആ കുടുംബ ബന്ധം നിലനിർന്നു പോകും. ഇല്ലെങ്കിൽ ജ്യേഷ്ഠന് ജ്യേഷ്ഠൻ്റെയും കുടുംബത്തിൻ്റെയും കാര്യം, അനുജന് അനുജൻ്റെയും കുടുംബത്തിൻ്റെയും കാര്യം, അങ്ങനെ ഓരോരുത്തരായി ഇങ്ങനെ മാറിപ്പോവും. ഒരു വിഷമം ഉണ്ടാകുമ്പോൾ ആളുണ്ടാവില്ല, ഒരു സന്തോഷം ഉണ്ടാകുമ്പോഴും ആളുണ്ടാവില്ല. അങ്ങനെ ചുരുങ്ങിപ്പോവും, നമ്മിലേക്ക് സ്വയം ചുരുങ്ങിപ്പോവും. ആ ഒരവസ്ഥ വരാതിരിക്കാൻ ഞാൻ ഈ പറഞ്ഞ രീതിയിലൂടെ ചെറിയ ചെറിയ കൂട്ടങ്ങളായി വല്ലപ്പോഴുമൊക്കെ ഒന്ന് ജ്യേഷ്ഠൻ്റെ വീട്ടിൽ ഒരു 6 മാസം കഴിയുമ്പോൾ ഒന്ന് കൂടി എല്ലാവരും വരണം. വരാത്തവരെ നമ്മൾ തന്നെ അങ്ങോട്ട് അവിടെ നിന്ന് തന്നെ ഫോൺ വിളിച്ച്, അല്ല വരാത്തവരെ നമ്മളപ്പോൾ തന്നെ അവളല്ലെങ്കിലും വരൂല, അങ്ങനെ പറയരുത്. ഒരു കുടുംബത്തെ തകർക്കാൻ ഒരു വാക്ക് മതി, ചേർക്കാൻ നമ്മളൊന്ന് കൂട്ടായി പരിശ്രമിച്ച് മാഷാ അല്ലാഹ് കാത്തി റഹ്മിന് കുടുംബബന്ധം മുറിക്കുന്നവർക്ക് വലിയ ശിക്ഷ ഓഫർ ചെയ്തിരിക്കുന്ന പരലോകത്ത് നന്മകൾ ഓഫർ ചെയ്തത് വാങ്ങാൻ വേണ്ടിയിട്ട് കുടുംബത്തെ ചേർത്ത് വലിയ നന്മകൾ വാങ്ങാൻ വേണ്ടി ഓടിയെത്തണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഹോട്ടലിൽ നിന്നും ആഹാരം കഴിക്കുമ്പോൾ ഹലാലായ രീതിയിൽ അറവ് നടത്തിയതാണോ എന്ന് എങ്ങനെ എളുപ്പത്തിൽ ഉറപ്പുവരുത്തുവാൻ കഴിയും? ഇത് ചോദിച്ചിരിക്കുന്നത് റാഹത്ത് ബാദുഷയാണ്, തിരുവനന്തപുരത്ത് നിന്ന്. എളുപ്പത്തിൽ ഒരു കാരണവശാലും ഉറപ്പുവരുത്താൻ കഴിയില്ല. ജസ്റ്റ് നമുക്ക് അള്ളാഹു നാവ് തന്നിട്ടുണ്ട്, ഒന്നും സംഭവിക്കുന്നില്ല. നമ്മൾ അവിടെ ഇരിക്കുന്ന ആളോട് ചോദിക്കുകയാണ്, ഇത് ഒരു ഹലാലായ രീതിയിൽ അറവ് നടത്തിയത് തന്നെയാണോ എന്ന് ചോദിച്ചാൽ അത് ബിസ്മി പറഞ്ഞിട്ട് അറക്കുന്ന, അതിൻ്റെ അറവിൻ്റെ നിയമങ്ങൾ പാലിക്കുന്ന, നഖം കൃത്യമായി ശ്രദ്ധയോടെ മുറിക്കുന്ന, മൂർച്ചയുള്ള കത്തി കൊണ്ട് കൈകാര്യം ചെയ്യുന്ന, ആ ബ്ലഡ് കൊണ്ട് മനുഷ്യ ശരീരത്തിന് ദോഷം വരാത്ത രീതിയിൽ പെട്ടെന്നൊരു ജഡത്തിൽ നിന്ന് പെട്ടെന്ന് ബ്ലഡ് ഇങ്ങനെ ഒഴുകിപ്പോകുമ്പോഴാണ് ആ മാംസം ശുദ്ധിയാവുകയുള്ളൂ.
ഈ ഹലാലെന്ന് പറയുമ്പോൾ എല്ലാവരും മുസ്ലിങ്ങൾ അങ്ങനെ എങ്ങനെയാണെന്ന് പറയാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ഈ രീതിയിൽ അറിവ് നടത്തുമ്പോൾ ഈ മൃഗത്തിൻ്റെ ബ്ലഡിൽ നിന്നുണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടും ആ മാംസത്തിനുണ്ടാവില്ല. അപ്പം അത് ശാരീരികമായ ബുദ്ധിമുട്ട് മാത്രമല്ല, നമ്മൾ അതിനെ കഴിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ആത്മീയമായ കുറേ ബുദ്ധിമുട്ട് കൂടിയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചോദിക്കാം, അങ്ങനെയാണെന്ന് അവർ സമ്മതിക്കുമ്പോൾ ഒരു പകുതി നമുക്കൊരു സമാധാനമാകും. പിന്നെ നമ്മളത് അന്തരീക്ഷവും ആ സ്ഥലവും ആ ജില്ലയും ആ പ്രദേശമൊക്കെ മനസ്സിലാകുമ്പോൾ ബാക്കി പകുതിയും കൂടെ സമാധാനമാകും. ഈ പകുതിയും കിട്ടാതെ ഒരു അംശം പോലും നമുക്ക് തോന്നുന്നില്ല, ഇവിടെ ഉറപ്പായിട്ടും അയാൾ പറഞ്ഞാൽ പോലും ഇത് ആ രീതിയിൽ അറക്കുന്നതല്ല എന്ന് തോന്നിയേ പിന്നെ അവിടെ നമ്മൾ കഴിക്കരുത്. നമുക്ക് ധാരാളം ഹോട്ടലുകൾ ഇന്ന് ലോകത്തുണ്ട്, ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നമുക്ക് എത്ര വിശന്നാലും ഒരു 5 മിനിറ്റ് കൊണ്ട് ഓടിയിൽ എത്താവുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് പരമാവധി മനസ്സിനോട് സ്വയം ചോദിച്ചിട്ട് വേണം നാം ആ വിഷയത്തിൽ ഉറപ്പ് വരുത്താൻ. അതുതന്നെയാണ് അതിൻ്റെ എളുപ്പവഴി. നമ്മുടെ മനസ്സ് പറയാണ് ഇതൊരിക്കലും ഹലാലല്ല എന്ന് പറഞ്ഞാൽ അത് അവിടെ ഹലാലല്ല എന്ന് തന്നെയാണ് അതിൻ്റെ മറുപടി. അപ്പോൾ അതാണ് എളുപ്പവഴി. മനസ്സിനോട് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു മൽപ്പിടുത്തം നടത്തിയിട്ട് നമ്മൾ കണ്ടെത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9:30-നും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 11 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. MK Fabrics, MK Road, കൊല്ലം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വെഡിങ് ഡ്രസ്സിന്റെയോ പാർട്ടി വെയറിന്റെയോ ഫോട്ടോയോ കൺസെപ്റ്റോ നിങ്ങളുടെ കയ്യിലുണ്ട്. അത് നിങ്ങൾക്ക് കസ്റ്റം ഡിസൈൻ ചെയ്ത് കിട്ടണം. അതിന് പറ്റിയ ഒരു യുണീക് സ്ഥലമുണ്ട് നമ്മുടെ കൊല്ലത്ത്, വെഡിങ് ബൈ സിഗ്നേച്ചർ. വിമന് മാത്രമല്ല, മെൻസ്, കിഡ്സ്, അങ്ങനെ എല്ലാവർക്കും ഇവിടുന്ന് പാർട്ടി വേസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അഫോർഡബിൾ ലക്ഷറി, അതാണ് ഇവരുടെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി. ദിസ് ഈസ് ദർ ചിത്രകാർ ലോഞ്ച്. ഇവിടെയാണ് എല്ലാം മാജിക് നടക്കുന്നത്. ദേ ഹാവ് ഇൻ-ഹൗസ് ഡിസൈനേഴ്സ്, സ്റ്റിച്ചിങ് യൂണിറ്റ് ആൻഡ് ആർട്ടിസ്റ്റ് ഫ്രം ഓൾ ഓവർ ഇന്ത്യ. Ground floor is called Seasons and is for party wears and salwars. First floor Chitragar Lounge has fabrics from all over India. Second floor Mangal Muhurta collections is for lehengas, gowns and sarees for any occasions. Third floor Vardhaman is exclusive for men. Designers-നോട് സംസാരിച്ച് നിങ്ങൾക്ക് വേണ്ടുന്ന യൂണിക് ഡ്രസ്സസ് ഇവിടുന്ന് കസ്റ്റമൈസ് ചെയ്ത് ഫാബ്രിക് ഒക്കെ ചൂസ് ചെയ്ത് ഡിസൈൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. Signature Groom and Bride, opposite Shangas Hospital, Kollam. അമ്മേ ദേ നോക്ക്, നല്ല ട്രെൻഡി ഓർണമെന്റ്സ് അല്ലേ? അതൊക്കെ അച്ഛൻ നോക്കിക്കോളും. അച്ഛൻ ഇപ്പോഴത്തെ ഫാഷൻ വല്ലതും അറിയോ? രാഹുലിന്റെ വീട്ടുകാരെന്താ വിചാരിക്കുക? മോളൂസിന് അച്ഛൻ ബെസ്റ്റ് മാത്രല്ലേ തെരഞ്ഞെടുത്തിട്ടുള്ളൂ. ഈ കല്യാണം പോലും ആഭരണത്തിന്റെ കാര്യത്തിലും അച്ഛൻ ബെസ്റ്റ് മാത്രം സെലക്ട് ചെയ്യും. ഇത്രയും ഫാഷൻ പോരെ മോളെ? പരിശുദ്ധമായ ബന്ധങ്ങൾക്ക് പവിത്രമായ പൊന്നിൻ തിളക്കം. അറഫ ഗോൾഡൻ ഡയമണ്ട്സ്, അട്ടക്കുളങ്ങര, തിരുവനന്തപുരം. എനിക്കിനി ചാമ്പ്യൻഷിപ്പിന് ഇറങ്ങാൻ പറ്റുമോ? പണ്ട് എനിക്കിതുപോലൊരു ഇഞ്ചുറി വന്നപ്പോൾ എന്റെ കരിയർ നഷ്ടപ്പെടുന്ന ഞാൻ കരുതിയതാ. അന്ന് എന്നെ സേവ് ചെയ്യാൻ പ്രകൃതി ഉണ്ടായിരുന്നു. നിന്നെ സേവ് ചെയ്യാനും പ്രകൃതി കാണും. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ. ഇനി ആരോഗ്യം പ്രകൃതിയിലൂടെ. അൽ ജവാബ് എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 9:30-നും എല്ലാ ചൊവ്വാഴ്ചയും രാത്രി 11 മണിക്കും ഉണ്ടാകും. മറക്കാതെ കാണുക. അൽഹംദുലില്ലാ, എല്ലാവർക്കും അള്ളാഹു ബർക്കത്ത് ചെയ്യട്ടെ. നമ്മുടെ പ്രോഗ്രാമിലേക്ക് അയച്ച കത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഈ കാലഘട്ടത്തിനോട് യോജിച്ച ഒരു ചോദ്യത്തിനുള്ള 1ാം സമ്മാനം കൊടുക്കുന്നത് അറഫ ഗോൾഡ് തിരുവനന്തപുരം പ്രിയപ്പെട്ട അബ്ദുൽ ലത്തീഫ് സാഹിബ്. അൽഹംദുലില്ലാ, അദ്ദേഹം ഒരുപാട് സ്ഥാപനങ്ങളെ സഹായിക്കുന്ന ആളാണ്. ഞാൻ തന്നെ നേതൃത്വം കൊടുക്കുന്ന റഹ്മാനിയ ഹിഫ്ദ് ഖുർആൻ കോളേജ്, അവിടെ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥനുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് നടക്കുന്നത്. അവിടുത്തെ കറണ്ട് വാടക പോലും അൽഹംദുലില്ലാ അദ്ദേഹമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിന് അതിൻ്റെ ഗുണം അള്ളാഹു കൊടുക്കട്ടെ.
ഇത്തരം സംരംഭങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിൻ്റെ വലിയ ഐശ്വര്യം അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. രണ്ടാം സമ്മാനം കൊടുക്കുന്നത് സിഗ്നേച്ചറാണ്. കൊല്ലം ശങ്കേഴ്സ് ഹോസ്പിറ്റലിൻ്റെ നേരെ ഓപ്പോസിറ്റ് കാണുന്ന മനോഹരമായ ഒരു സ്ഥാപനമാണ് സിഗ്നേച്ചർ. ബഹുമാനപ്പെട്ട നാസറുദ്ദീൻ സാഹിബ് അൽഹംദുലില്ലാ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് അദ്ദേഹത്തിനും കുടുംബത്തിനും ഹൈറും ബറക്കത്തും അഭിവൃദ്ധിയും പ്രദാനം ചെയ്യുമാറാകട്ടെ എന്ന് ആത്മാർത്ഥമായി ദുആ ചെയ്യുന്നു. അദ്ദേഹത്തിന് അതിൻ്റെ ഗുണം അള്ളാഹു കൊടുക്കട്ടെ. ഇത്തരം സംരംഭങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിൻ്റെ വലിയ ഐശ്വര്യം അള്ളാഹു തുറന്നു കൊടുക്കട്ടെ. മൂന്നാം സമ്മാനം കൊടുക്കുന്നത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലാണ്. ബഹുമാനനായ ഡോക്ടർ ഷഫീഖ് സാറ് അൽഹംദുലില്ലാ, അദ്ദേഹം ഈ ആയുർവേദ ചികിത്സാ രംഗത്ത് മികച്ച മുന്നേറ്റമാണ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ചികിത്സയിൽ ഇനിയും ഒരുപാട് കരുത്ത് അള്ളാഹു പകർന്നു കൊടുക്കട്ടെ. ആമീൻ. അൽഹംദുലില്ലാ, ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് ഞാൻ പറഞ്ഞ ദുആ. നമുക്കറിയാം, തൗബകൾ പല വിധത്തിലാണ്. ചില ആളുകൾ ഇങ്ങനെ അള്ളാഹു എനിക്ക് പുറത്തു തരണം, വലിയ ആത്മാർത്ഥത ഉണ്ടാവില്ല. ചില ആളുകൾ ദുആ ചെയ്ത് തുടങ്ങിയാൽ തീരുന്നതുവരെയും കരച്ചിലായിരിക്കും, ചിലപ്പോൾ മനസ്സിലൊന്നും ഉണ്ടാവില്ല. ചില ആളുകൾ കണ്ണും കൽബും ഒക്കെ ചേർന്ന് ഈ ദുആ അല്ലാഹ് സ്വീകരിക്കുമെന്ന് ഉറച്ചത്ര ആത്മാർത്ഥമായി ചെയ്യുന്നവരുണ്ട്. അതിൽപ്പെട്ടതാണ് അംബിയാ മുർസലീങ്ങളുടെയും ആരിഫികളുടെയും ഒക്കെ പ്രാർത്ഥനയും തൗബയും. അപ്പോൾ അവരുടെ തൗബയിലേക്ക് പാവപ്പെട്ട ചണ്ടികളായ സാധുക്കളായ ജാഹിലീങ്ങളായ നമ്മുടെ തൗബയൊന്ന് ചേർത്തു വെക്കാനുള്ള പ്രാർത്ഥനയാണ് ഇന്ന് പറഞ്ഞു തരുന്നത്. എല്ലാവരും എഴുതിയെടുക്കണം. ജീവിതത്തിൽ ഈ പ്രാർത്ഥന കൂടെപ്പുറപ്പിനെ പോലെ കൊണ്ടു നടക്കണം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക യാ തവ്വാബ് അൻ തതൂബ അലൈനാ തൗബത്തൽ ആരിഫീൻ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക യാ തവ്വാബ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള വാക്കായതുകൊണ്ടാണ് വേഗം പറഞ്ഞു പോകുന്നത്. പ്രധാനപ്പെട്ട പുതിയ വാക്ക് വരുമ്പോൾ നിർത്തി നിങ്ങളെ എഴുതാനുള്ള സമയം തരും. നമുക്കറിയാം, ഇത് നമ്മൾ നിരന്തരം നമ്മുടെ പ്രാർത്ഥനയിൽ യൂസ് ചെയ്യുന്ന വേർഡുകളാണ്. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക യാ തവ്വാബ്. അല്ലയോ തൗബ സ്വീകരിക്കുന്നവനായ റബ്ബേ, തവ്വാബായ റബ്ബേ, ഞങ്ങൾ നിന്നോട് ചോദിക്കുകയാണ് അൻ തതൂബ അലൈനാ തൗബത്തൽ ആരിഫീൻ. ആരിഫീങ്ങളായ മഹാരഥന്മാരുടെ തൗബയോടുകൂടി ഞങ്ങളെ കൂടി നീ ചേർക്കണമേ എന്ന്. ആരിഫീങ്ങളായ വലിയ വലിയ മഹത്തുക്കൾ മഹാന്മാർ, അവരുടെ തൗബയുടെ കൂട്ടത്തിൽ ഞങ്ങളെ കൂടി ചേർക്കണമേ എന്ന ബൃഹത്തായ പ്രാർത്ഥന. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക യാ തവ്വാബ് അൻ തതൂബ അലൈനാ തൗബത്തൽ ആരിഫീൻ. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക യാ തവ്വാബ് അൻ തതൂബ അലൈനാ തൗബത്തൽ ആരിഫീൻ. മാഷാ അല്ലാഹ്, പടച്ചവൻ ഈ പ്രാർത്ഥന കൊണ്ടു നടക്കാനും അത് അള്ളാഹു സ്വീകരിച്ചവരിൽ പെടാനും നമുക്കെല്ലാം അള്ളാഹു തൗഫീക്ക് തരട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനകളിൽ MK ഫാബ്രിക്സിനെ ഒരിക്കലും മറക്കരുത്. കാരണം നമ്മുടെ ഈ പ്രോഗ്രാമിനെ സ്പോൺസർ ചെയ്യുന്നത് MK ഫാബ്രിക്സ് ആണ്. കൊല്ലം ജില്ലയുടെ പ്രമുഖ വസ്ത്ര വ്യാപാര സ്ഥാപനമാണ് MK ഫാബ്രിക്സ്. മാത്രമല്ല, നമുക്കറിയാം, ഒരുപാട് പഴക്കമുള്ള ഒരു സ്ഥാപനം. അതിനാണ് പക്വതയും പാകതയും ഉണ്ടാകും. നമ്മളെപ്പോഴും പറയും, പുതിയ ഒരു മോഡലിന് വേണ്ടി തുടങ്ങി വെച്ചിരിക്കുന്നതല്ല. ഒരുപാട് കാലത്തെ പ്രാക്ടീസുള്ള, കച്ചവട പരിചയമുള്ള, വിശ്വസ്തമായ ഒരു സ്ഥാപനമാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇനിയും ഒരുപാട് അഭിവൃദ്ധിയും വിജയവും കൈയടക്കാനുള്ള കരുത്ത് അല്ലാഹു അവർക്ക് പ്രദാനം ചെയ്യട്ടെ. കൊല്ലത്ത് വരുമ്പോൾ നിങ്ങളതെല്ലാം പോയി കാണുകയും പർച്ചേസ് നടത്തുകയൊക്കെ ചെയ്യണം. അത് സന്തോഷമാണ്. അൽ ജവാബിൻ്റെ ആളെന്ന് പറയുമ്പോൾ നമുക്ക് വലിയ ആനന്ദവുമാണ്. അദ്ദേഹത്തിന് അതിൻ്റെ ഗുണം അല്ലാഹു കൊടുക്കട്ടെ. ഇത്തരം സംരംഭങ്ങളോടൊപ്പം ചേർന്ന് നിൽക്കുന്നതിൻ്റെ വലിയ ഐശ്വര്യം അല്ലാഹു തുറന്നു കൊടുക്കട്ടെ. അൽഹംദുലില്ലാ, പ്രിയങ്കരനായ നാസറുദ്ദീൻ സാഹിബ്, ഷറഫുദ്ദീൻ സാഹിബ്, നിസാറുദ്ദീൻ സാഹിബ്, അല്ലാഹുവേ, ആ സംഘത്തിന് വലിയ യാത്ര ബിസിനസ്സിൻ്റെ മേഖലയിൽ നടത്താനുള്ള കരുത്ത് കൊടുക്കണേ അല്ലാഹ്. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, സംശയങ്ങൾ എല്ലാം നിങ്ങൾ എഴുതി അറിയിക്കുക. AM നൗഷാദ് ബാക്കവി, അൽ ജവാബ്, ദാറുൽ ഇഷ്ക്, തെന്നൂർക്കോണം, മുടപുരം PO, ചിറയിൻകീഴ്, തിരുവനന്തപുരം. ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ ഈ സാധുവിനെയും ഈ പ്രോഗ്രാമിന് വേണ്ടി കൂടെ സഹകരിക്കുന്നവരെയും മറന്നുപോകാതെ ചേർക്കണമേ എന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അടുത്ത വെള്ളിയാഴ്ചയിൽ ഇതേ സമയം ഇൻഷാ അല്ലാഹ് സൂറത്തു നൂഹിൻ്റെ തുടർഭാഗവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരേക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. MK ഫാബ്രിക്സ്, അൽ ജവാബ്, ദ ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് MK ഫാബ്രിക്സ്, കോൺവെന്റ് റോഡ്, കൊല്ലം. MK ഫാബ്രിക്സ്, MK റോഡ്, കൊല്ലം. Signature Groom and Bride, opposite Shangas Hospital, Kollam. പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, കരുനാഗപ്പള്ളി. അറഫ ഗോൾഡ്, അട്ടക്കുളങ്ങര, ട്രിവാൻഡ്രം.